യേശുവേ സ്തോത്രം 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 സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. രക്ഷകനെ ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളോടൊപ്പം ആയിരിക്കാൻ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയൻ്റെ ജീവിതത്തിലും ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. ഈ പൽക്കല ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ അത്ഭുതകരമായിട്ട് അതിശയമായിട്ട് നമ്മെ പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പൽക്കാലം സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ടിടയായിത്തീരും. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. ഹല്ലേലൂയ. നമുക്കൊന്നിനും ഒരു മുടക്കം വരാതെ നമ്മെ അതിശയത്തോടെ അത്ഭുതകരമായിട്ട് ദൈവം നമ്മെ ഈ പൽക്കാലം നടത്തുവാൻ ക്രിസ്തുയേശുവിൽ നമ്മെ ജയത്തോടെ നടത്തുന്ന ഒരു പൽക്കാലമായി തീരുമാറാകട്ടെ. ആമേൻ. തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. നമ്മോട് മനസ്സലിയുന്ന യേശു കർത്താവ് നമുക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരും. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം നമ്മോട് മനസ്സലിവ് കാണിക്കുന്ന, നമ്മെ കണ്ട്, നമ്മുടെ അവസ്ഥ കണ്ട്, നമ്മുടെ സാഹചര്യത്തെ കണ്ട് മനസ്സലിയുന്ന ഒരു യേശു കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. ഈ പൽക്കാലം വിശ്വസിക്കുക, ധൈര്യമായിരിക്കുക. ആ മനസ്സലിയുന്ന കർത്താവ് വെറുതെ പോകുകയില്ല. എന്താണ് നഷ്ടപ്പെട്ടത് അതിനെ നമുക്ക് മടക്കി തരും. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നമ്മെ കണ്ട് മനസ്സലിയുന്ന ഒരു അപ്പൻ നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ആ അപ്പൻ മനസ്സലിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം ഇതാണല്ലോ എന്ന് പറഞ്ഞ് മിണ്ടാതെ പോവുകയല്ല, മറിച്ച് എന്തിനു വേണ്ടിയാണോ നാം സങ്കടപ്പെടുന്നത്, എന്തിനു വേണ്ടിയാണോ നാം ഭാരപ്പെടുന്നത്, അതിനകത്ത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് 7-ാം ഭാഗത്ത് നമുക്ക് ഒത്തിരി ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശു അവരെ കണ്ടു മനസ്സലിഞ്ഞു എന്ന്. എന്നാൽ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ യേശു അവരെ കണ്ടു മനസ്സലിഞ്ഞു. ആ മനസ്സലിവിനകത്ത് നഷ്ടപ്പെട്ടതിനെ മടക്കി കൊടുത്ത രണ്ട് അനുഭവത്തെ നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൽ 1-ാം ഭാഗം എന്ന് പറയുന്നത് 7-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സറിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്നു മഞ്ചത്തൊട്ടു ചുമക്കുന്നവർ നിന്നു. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇത് നമുക്കറിയാവുന്നൊരു ഭാഗമാണ്. വിധവയുടെ മകനെ യേശു കർത്താവ് ഉയർപ്പിക്കുന്ന, തിരിച്ചു കൊടുക്കുന്ന ഒരു ഭാഗത്തെ പറ്റി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. അങ്ങനെ ഈ പകൽക്കാലം നമ്മെ കണ്ടിട്ട് കർത്താവ് മനസ്സലിയുന്ന പകൽക്കാലം അത്രേ. നിന്റെ വിഷയത്തിനകത്ത് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുന്ന സമയം അത്രേ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുക്കുമ്പോൾ മരിച്ചുപോയ ഒരുത്തിനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു എന്നവിടെ കാണുവാൻ സാധിക്കുന്നു. അവിടുത്തെ സിറ്റുവേഷൻ, അവിടുത്തെ സാഹചര്യത്തെ നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ മകൻ മരിച്ചുപോയി, ഒരു മകൻ മരിച്ചുപോയി. അവനെ ഇത് ചെയ്യുന്നു, അവനെ കല്ലറയ്ക്കൽ വയ്ക്കേണ്ടതിനായിട്ട് അവനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ്. പക്ഷെ അവിടെ ഉള്ള സാഹചര്യത്തെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകനാണ്. അപ്പൊ ആ മകന് അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് ഒരു മകൻ മാത്രമാണ് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അവളോ വിധവയായിരുന്നു. അപ്പൊ മകൻ ഏകനായിരുന്നു, അമ്മയെന്ന് പറയുന്നത് വിധവയായിരുന്നു. ഈ ഒരു രണ്ട് കണക്ഷൻ അവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പൊ അമ്മയ്ക്ക് ആരും പിന്നെ ഇല്ലാത്ത ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. അവിടെ അടുത്ത് പറയുന്നു, പട്ടണത്തിലെ വലിയ പുരുഷാരം അവളോട് കൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു നഷ്ടത്തിന്റെ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ അവൾക്ക് ഏക ആശ്രയമായിരുന്ന, അവൾക്ക് ആ മകൻ മാത്രമേ ഉണ്ടായിരുന്നു എന്നവൾക്ക് അങ്ങനെ ഒരു അനുഭവത്തിൽ ഇരുന്ന ആ സ്ത്രീയോട് കൂടി നമുക്ക് ആസ്വദിക്കുന്നു. വലിയ പുരുഷാരം ഉണ്ട്. പക്ഷെ ഈ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അവിടെ കാണുന്നു, അവളെ കണ്ടിട്ട് യേശു കർത്താവ് മനസ്സലിഞ്ഞു.
ആ വിധവയെ കണ്ടിട്ട് അവിടെ ഏകാശ്രയമായിരുന്ന മകൻ, തൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എന്നാൽ തനിക്ക് ഏകാശ്രയമായിരുന്നു ഉണ്ടായിരുന്ന മകനും മരിച്ചു പോയപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. അതേ വലിയൊരു പുരുഷാരമുണ്ട്, അവർക്കാർക്കും തോന്നാത്ത ഒരു അനുഭവം യേശു കർത്താവിനെ അവളെ കണ്ടപ്പോൾ തോന്നി. കാരണം അവളുടെ സങ്കടം, അവളുടെ ഏകാന്തത, അവളുടെ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ഇത് കണ്ട് മനസ്സലിഞ്ഞു. അവിടെ കാണുവാൻ സാധിക്കുന്നു, അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു എന്ന് കാണുവാൻ സാധിക്കും. മനസ്സലിഞ്ഞ കർത്താവ് അടുത്തു പറയുന്ന ഒരു വാക്കുണ്ട്, കരയണ്ട. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം നിന്റെ അവസ്ഥ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ കൂടെ അവസ്ഥകൾ കാണുന്ന ഒത്തിരി പേര് നിന്റെ അവസ്ഥ കാണുന്നുണ്ടായിരിക്കാം, നിന്റെ സാഹചര്യം കാണുന്നുണ്ടായിരിക്കാം. പക്ഷേ അവർക്കാർക്കും ഇല്ലാത്തൊരു ഫീലിംഗ് എൻ്റെ യേശു കർത്താവിനെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. കാരണം നിന്റെ സങ്കടത്തിന്റെ ആഴം, നിന്റെ സാഹചര്യത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കർത്താവ നമ്മോട് കൂടെ ഉള്ളത്. സ്തോത്രം. ലോകം പറഞ്ഞിരിക്കാം, പോട്ടെ, വന്നുപോയി, സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോ പ്രിയ ദൈവ പൈതലെ, അവിടെ കൊണ്ട് ഒതുങ്ങിയല്ല, നിന്നെ കണ്ട് മനസ്സിലാകുന്ന ഒരു കർത്താവുണ്ട്. ചില നഷ്ടങ്ങൾ നിന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നില്ലേ, ചില നഷ്ടങ്ങൾ നിന്നെ ഒത്തിരി സങ്കടപ്പെടുത്തുന്നില്ലേ, പക്ഷെ നിന്നെ കണ്ട് മനസ്സിലാകുന്ന ഒരു യേശു കർത്താവ് ഈ പൽക്കാല നിന്റെ കൂടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, യേശു അവളോട് പറഞ്ഞു, കരയണ്ട. ഹല്ലേലൂയ. ഇനി നീ കരയണ്ട. അവളെ കരയിപ്പിച്ചു ഒത്തിരി. ഹല്ലേലൂയ. കാരണം അവൾക്കിനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ പുരുഷാരം ആ അടക്കം കഴിഞ്ഞ് ഉടനെ പോകുവാനായിട്ട് ഇടയത്തിന്. പിന്നെ അവൾ ഒറ്റയ്ക്കാകുന്നത്. അവിടെ സങ്കടത്തിന്റെ ആധിക്യം അത്രത്തോളം വലുതാ. ഇത് കണ്ട് അവൾ കരയുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, കരയണ്ട. ഈ പൽക്കാലം ചില വിഷയത്തിനകത്ത് ചില നഷ്ടങ്ങൾ നിന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ നിന്റെ കൂടെ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കാം. അവർ കൂടെ പോകുന്ന സാഹചര്യത്തിൽ നീ ഒറ്റപ്പെടുമെന്നും നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നും അറിയുന്ന കർത്താവ് ഈ പകൽക്കാലം പറയുന്നു, കരയണ്ട സ്ത്രീയെ, കരയണ്ട എന്ന് പറഞ്ഞു. അവിടെ കാണുവാൻ സാധിക്കുന്നു, അവൻ അടുത്തു ചെന്നു മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു. ആ മഞ്ചത്തെ ചുമന്നു കൊണ്ടുപോയ ആ മഞ്ചത്തെ യേശു കർത്താവ് തുടർന്നു. നിന്നെ കരയിപ്പിക്കുവാൻ ഇടയാക്കിയ യേശുവിനെ യേശു അവളെ കണ്ടിട്ട് മനസ്സലിയുവാനായിട്ട് ഇടയായ വിഷയം മഞ്ചത്തിൽ കൊണ്ടുപോകുകയായിരുന്നു. ആ മഞ്ചത്തെ കർത്താവ് തൊട്ടു. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ അവിടെ നിന്നോട് പറയട്ടെ, നിന്നെ ചില നാളുകളായി കരയിപ്പിക്കുന്ന വിഷയം കാണുമായിരിക്കാം. നിന്റെ വിഷയത്തെ കണ്ട് മനസ്സിലെയ്യുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് വിഷയത്തെ ഈ പകൽക്കാലം തൊടും. ഹല്ലേലൂയ. അത് എടുത്തുകൊണ്ട് പോകുന്നവർ ആര് തന്നെയായിരുന്നാലും ആ കർത്താവ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അവരവിടെ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ നിന്ന് കൈവിട്ടു പോകാതെ വണ്ണം ഹല്ലേലൂയ ചില വിഷയത്തെ മടക്കി തരുവാൻ മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? ഹല്ലേലൂയ. അവിടെ കാണുന്നു, ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് പറഞ്ഞു, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയമായി തീർന്നു എന്നവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പൊ യേശു ചെയ്ത ഒരു കാര്യമുണ്ട്. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് നിന്നോട് പറഞ്ഞു. യേശു കർത്താവ് എവിടെയെല്ലാം മനസ്സലിവ് വെളിപ്പെടുവാൻ, യേശുവിന്റെ മനസ്സലിവ് വെളിപ്പെടുവാനായിട്ട് ഇടയത്തുന്നു, അവിടേക്ക് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. മരിച്ചവർ എഴുന്നേറ്റുണ്ട്, കുരുടർക്ക് കാഴ്ച ലഭിച്ചിട്ടുണ്ട്, രോഗികളായിരുന്നവർ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പുരുഷാരത്തിന്റെ ഇടയിൽ ദൈവം മനസ്സലിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവർക്ക് ആഹാരത്തെ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുന്ന കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ യേശുവിന്റെ മനസ്സലിവിനകത്ത് ഒരു മനുഷ്യൻ മനസ്സലിവ് കാണിക്കുന്നത് പോലെയല്ല, യേശു കർത്താവിന്റെ മനസ്സലിവിനകത്ത് അത്ഭുതങ്ങളുണ്ട്. അവരുടെ അവസ്ഥകൾ മാറും, അവരുടെ സാഹചര്യങ്ങൾ മാറും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു, ആ മകൻ നഷ്ടപ്പെട്ടു. പക്ഷെ യേശു കർത്താവ് അവിടെ ചെന്നിട്ട് പറഞ്ഞു, ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചതിനെ ഉയർപ്പിക്കാൻ അധികാരമുള്ളവൻ. ഹല്ലേലൂയ. ഈ പൽക്കലം പ്രിയ ദൈവപൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും അവസ്ഥകളിൽ നീ മരിച്ചിരിക്കുന്ന അനുഭവത്തിലാണോ? അതിന് എഴുന്നേൽപ്പിക്കുന്ന ഒരു യേശു കർത്താവുണ്ട്. ആ നഷ്ടപ്പെട്ടതിനെ, ആ മരിച്ചതിനെ ഓർത്ത് നീ വിഷമിക്കുന്ന വ്യക്തിയാണോ?
ചിലപ്പോൾ നിന്റെ ബിസിനസ് മേഖലയിൽ ഒരു മരിച്ച അനുഭവത്തിലേക്ക് പോകുന്നുണ്ടായിരിക്കാം. നീ സാമ്പത്തികമായി വളരെയധികം തകർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം. നിന്റെ ആത്മീയ ജീവിതത്തിൽ ഡൗൺ ആയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിന്റെ സമാധാനത്തിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ട അനുഭവത്തിലായിരിക്കാം. എന്തൊക്കെയോ ഒന്ന് നഷ്ടപ്പെട്ട അനുഭവത്തിൽ നീ വേദനിച്ചു കരഞ്ഞു ഇരിക്കുമ്പോൾ ഈ പൽക്കാലം നിന്നെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്. ആ വിഷയത്തെ കർത്താവ് എഴുന്നേൽപ്പിച്ച് നിനക്ക് തരും. ഹല്ലേലൂയ. കാരണം ആ കർത്താവിനെ നിന്റെ വിഷയത്തെ തിരിച്ചു തരുവാൻ അധികാരമുള്ളവനത്രേ. ഹല്ലേലൂയ. അധികാരമുള്ളവൻ നിന്റെ ഭവനത്തിനകത്ത് ഈ പൽക്കാലം വിസിറ്റിംഗ് ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഭവനത്തെ നിന്ന് തൊടുവാനിടയത്തിലും ഏത് നഷ്ടമാണോ നിന്നെ കരയിപ്പിച്ചത്, ഏത് വിഷയമാണോ മറ്റുള്ളവരതിന് പുറത്തു കൊണ്ട് കളയുവാനായിട്ട് ശ്രമിച്ചത്, ആ വിഷയത്തെ കർത്താവ് നിന്റെ ജീവിതത്തെ മടക്കി തരുന്ന പകൽക്കാലം അത്രേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഹല്ലേലൂയ. അത് കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ആകുലതയോട്, വേദനയോട്, സങ്കടപ്പെട്ട് നൊമ്പരപ്പെടുന്ന പ്രിയ ദൈവ പൈതലേ സ്തോത്രം. ആ വിഷയത്തെ കർത്താവ് ഇന്ന് തൊടും. ഹല്ലേലൂയ. അതേ സ്തോത്രം. എടുത്തുകൊണ്ട് നടക്കുന്നവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ആ വിഷയത്തെ അവിടെ തന്ന് നിന്റെ ജീവിതത്തിൽ തന്ന് നിനക്ക് മടക്കി തരുന്ന ഒരു കർത്താവ് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. മരിച്ചവൻ എഴുന്നേറ്റു ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അമ്മയുടെ അനുഭവം നോക്കേ. അവന് ഏക മകനായിരുന്നു. അമ്മയും മകനുമായിട്ടുള്ളൊരു ജീവിതമാ. പക്ഷേ ആ മകന്റെ ഒരു സംസാരം പോലും ഇനി കേൾക്കാനില്ലല്ലോ എന്ന് തനിക്ക് ആശ്വസിക്കാൻ കഴിയാതെ താൻ വ്യാകുലപ്പെടുമ്പോ പ്രിയ ദൈവ പൈതലെ അവിടെ കാണുവാൻ സാധിക്കുന്നു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്നു സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഈ പൽക്കാലം ചില നഷ്ടങ്ങളെ ദൈവം നിന്റെ ജീവിതത്തെ എഴുന്നേൽപ്പിച്ചു തരും. ചിലതിന് നടക്കത്തില്ല എന്ന് പറഞ്ഞ് കളഞ്ഞതായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അത് ചിലത് വീണ്ടും തുടങ്ങാൻ പോകിയ. നീ ചിലത് അനുഭവിച്ചത് അവൻ സംസാരിച്ചു കൊണ്ടിരുന്നതാ, പക്ഷെ സംസാരിക്കുവാൻ കഴിയുന്നില്ല. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ സംസാരിച്ചു തുടങ്ങി. വീണ്ടും നിന്റെ ജീവിതത്തിലേക്ക് നിന്നെ കരയിപ്പിച്ച വിഷയത്തെ ദൈവം മടക്കി തരാൻ പോകിയ. എന്റെ കർത്താവ് മനസ്സരിയുന്ന പകൽക്കാലം അത്രേ. നീ ചിലത് അനുഭവിച്ചു കൊണ്ടിരുന്നത് കൊണ്ടാണല്ലോ നിനക്ക് സങ്കടപ്പെടുവാൻ ഇടയായി തീർന്നത്, നീ കരയുവാനായിട്ട് ഇടയായി തീർന്നത്, അത് കണ്ടുകൊണ്ട് കർത്താവ് മനസ്സലിയുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ച എന്തോ ഒന്ന് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിന്റെ വേദന നിന്നെ അതികഠിനമായിട്ട് നിന്നെ ഹല്ലേലൂയ നൊമ്പരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആ ഒരു പഴയ അനുഭവത്തിലേക്ക് നഷ്ടപ്പെട്ടതിന്റെ മുമ്പ് നീ എന്താണ് അനുഭവിച്ചു കൊണ്ടിരുന്നത്, അത് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കത്തക്ക രീതിയിൽ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ മടക്കി തരുന്ന പകൽക്കാലം എത്ര സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. വിധവയാണ്. അവളെ ഏകയാക്കി വിടാതെ വണ്ണം അവിടെ ജീവിതത്തിലേക്ക് മടക്കി കൊടുത്ത ഒരു കർത്താവുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ചിലത് മടങ്ങി വരും. സ്തോത്രം. നീ ഒത്തിരി ദിവസം കൊണ്ട് കരയുന്നില്ലേ, നിന്റെ മനസ്സ് വേദനിക്കുന്നില്ലേ, നിന്നെ കണ്ട് മനസ്സിലിരുന്നൊരു കർത്താവുണ്ട്. പുരുഷാരമുണ്ടായിരിക്കാം, പക്ഷേ അവർക്കാർക്കും വെളിപ്പെടാത്ത ഒരു കാര്യം, യേശു കർത്താവ് നിന്റെ അടുക്കൽ വന്നിട്ട് ഹല്ലേലൂയ നിന്നെ കണ്ട് മനസ്സിലിയ നിന്റെ ഹൃദയത്തിന്റെ വേദനയെ ഈ പൽക്കാലം ആരോട് പറയാതെ ചിലതൊക്കെ നഷ്ടപ്പെട്ടത് ഓർത്തുകൊണ്ട് നീ കരയുന്ന വ്യക്തിയാണോ? സ്തോത്രം. തകർന്നിരിക്കുന്ന വ്യക്തിയാണോ? ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ കർത്താവ് എഴുന്നേൽപ്പിച്ച് നിന്റെ കരത്തിലേക്ക് ദൈവത്താരോ അവിടെ കാണുവാൻ സാധിക്കുന്നു. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കുക. ചിലതൊക്കെ കൈവിട്ടു പോകുന്ന ഒരു അനുഭവത്തിലായിരിക്കാം നീ നിൽക്കുന്നത്. നീ തകർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം. സ്തോത്രം. ആ കൈവിട്ടു പോകുന്നതിന് മുമ്പേ നിന്റെ കരത്തിലേക്ക് തിരിച്ചു തരേണ്ടതിന് മനസ്സലിയുന്ന ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. ഈ പൽക്കാലം ചില വിഷയത്തിനകത്ത് കൈവിട്ടു പോകുമല്ലോ കർത്താവേ, ഇന്നത്തോടെ എല്ലാം തീരുമല്ലോ എന്ന് പറഞ്ഞ് നീ ഭാരപ്പെടുമ്പോ ഈ പൽക്കാലം ചിലരോട് പരിശുദ്ധാത്മാ പറയുന്നു, നിന്നെ കണ്ട് കർത്താവ് മനസ്സലിയും നിന്റെ കരത്തിൽ തിരിച്ച് അതിനെ മടക്കിത്തരും. ചിലതിന് എഴുന്നേൽപ്പിക്കും കർത്താവ്. ഹല്ലേലൂയ. അവിടെ കൊണ്ട് തീരത്തില്ല, അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ദൈവം അനുവദിക്കത്തില്ല. ചില ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് വെമ്പൽ കൊള്ളുന്നവരുടെ കാലുകളെ നിന്റെ മുമ്പാകെ ദൈവം നിർത്താൻ പോകുന്ന പകൽക്കാലം അത്ര യേശുവിന്റെ നാമത്തിൽ ചിലത് കൂടി
നഷ്ടപ്പെടുന്നത് കണ്ട് ആ ഭർത്താവ് മരിച്ചു, അതിന്റെ വേദനയുണ്ട്. അതിൽ സന്തോഷിച്ചവർ കാണുമായിരിക്കാം, അതിനെ കുഴിച്ചിട്ടവർ കൂടെ കാണുമായിരിക്കാം. പക്ഷേ അടുത്തൊന്നിനെയും കുഴിച്ചിടുവാനായിട്ട് വെമ്പൽ കൊണ്ട് കാലുകൾക്ക് വേഗത കൂട്ടുമ്പോ ആ കാലുകളുടെ വേഗത സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് മടക്കിത്തരുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ വന്ന് അനുഭവിച്ച് കാണുമായിരിക്കാം. പക്ഷെ അടുത്തും ഒരു ആവർത്തനമായിട്ട് നിനക്കുണ്ടായിരുന്നത് ഒക്കെയും നഷ്ടപ്പെടുന്ന ഒരു അനുഭവത്തിൽ അടുത്തൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോ അതിനെ കൂടെ ആ രീതിയിൽ കൊണ്ട് തകർത്ത് കളഞ്ഞിട്ട് ഇല്ലെങ്കിൽ മാറ്റി വച്ചിട്ട് പോകുവാൻ വെമ്പൽപ്പെടുന്നവരുടെ യാത്രയ്ക്ക് സ്റ്റോപ്പിടുന്ന ഒരു പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. അവര് പ്രതീക്ഷിക്കാത്ത രീതി ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല യേശു കർത്താവ് ഭവനത്തിലെത്തുമെന്ന്. പക്ഷേ അവരുടെ സങ്കടത്തെ കണ്ട ഒരു കർത്താവ്, അവരുടെ അവസ്ഥയെ കണ്ടതായ കർത്താവ് ആ ഭവനത്തെ വിസിറ്റ് ചെയ്തു. ഹല്ലേലൂയ. മഞ്ചത്തെ തൊട്ടു കൊണ്ട് ചുമന്ന് നടന്നവർ നിന്നു എങ്കിൽ നിന്നെ വിഷയത്തെ ചുമന്നു കൊണ്ട് നിൽക്കുന്നവർ കൊണ്ട് കളയുന്നതിന് മുമ്പേ, അതിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അകറ്റിക്കളയുന്നതിന് മുമ്പേ എന്റെ യേശു കർത്താവ് ആ വിഷയത്തെ തൊടും. ഈ പകൽക്കാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. നിന്നെ കണ്ട് മനസ്സിലാകുന്ന ഒരു കർത്താവുണ്ട്. നീ പറഞ്ഞില്ലേ, അപ്പൊ അന്നും എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു, ഞാൻ എല്ലാം നോക്കി വച്ചിരുന്നതാ, അതെല്ലാം എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. പക്ഷേ അടുത്തും ഒരു നഷ്ടത്തിന്റെ നിനക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതെ, നിനക്ക് താങ്ങാൻ കഴിയാതെ നീ ഭാരപ്പെടുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ കണ്ടു മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് അവിഷയത്തെ തൊടും. അവിഷയത്തെ തൊടുക മാത്രമല്ല, എഴുന്നേൽപ്പിച്ച് നിന്റെ കരത്തിൽ കർത്താവ് വിഷയത്തെ തരും. ഹല്ലേലൂയ. നീ നഷ്ടപ്പെട്ട് ഇരിക്കുവാൻ കർത്താവ് ദൈവം അനുവദിക്കില്ല. ചിലത് കൂടി നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുക ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. അവിടെ കാണുന്നു എല്ലാവരും ഭയം പിടിച്ചു എന്ന് കാണുക. ഈ ഒരു അനുഭവം ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ മറ്റുള്ളവർ ഭയപ്പെടത്തക്ക രീതി നീ ഭയപ്പെട്ട വിഷയത്തെ ദൈവം മാറ്റാൻ പോകുക. വിശ്വസിക്കാം പ്രിയ, നീ ഭയപ്പെട്ട വിഷയമാണ്, കൈവിട്ടു പോകുന്നല്ലോ, നഷ്ടം സംഭവിച്ചല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് നീ ഭയപ്പെട്ട വിഷയമായിരിക്കാം. പക്ഷേ അത് നിന്റെ ജീവിതത്തിൽ തിരിച്ചു തരുമ്പോ മറ്റുള്ളവർക്ക് ഭയം പിടിക്കുവാനായിട്ട് ഇടയായിത്തീരും. അത് എല്ലാവരും ഭയം പിടിച്ചു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നിന്റെ ജീവിതത്തെ ഹല്ലേലൂയ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന വിഷയത്തെ കർത്താവ് നിന്റെ കരത്തെ തിരിച്ചു തരാൻ പോകുക. അത് ചിലർക്ക് ഭയം പിടിക്കും. ഹല്ലേലൂയ. കാരണം അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നിന്റെ ഭയത്തെ തിരിച്ചുവിടുന്ന ഒരു യേശു കർത്താവ് നിന്നെ കണ്ടെന്ന് മനസ്സലിയും. ഹല്ലേലൂയ. വിശ്വസിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. മറ്റൊരു ഭാഗം നമുക്ക് വേഗത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് മറ്റൊരു ഭാഗത്ത് കാണുന്നു. അതിന്റെ 15-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തെ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചു അവനെ ചുംബിച്ചു. ഇവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്, ഒരു നഷ്ടപ്പെട്ട പുത്രൻ മടങ്ങി വരുവാൻ തയ്യാറായപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ പിതാവിന്റെ ഒരു പ്രതികരണത്തെയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിന് ഇളയ മകൻ തനിക്കുള്ളതൊക്കെ സ്വരൂപിച്ച് താൻ ദൂരത്തേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു, കൂട്ടുകാരുമായി ഒന്ന് സന്തോഷിക്കുവാനായിട്ട്. പക്ഷെ അവിടെ കാത്തിരുന്നത് തന്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമായിരുന്നു. താൻ എന്തെല്ലാം അനുഭവിച്ചു കൊണ്ടിരുന്നു അതിന്റെയൊക്കെ നഷ്ടങ്ങളുടെ കണക്കുകളാ താൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പന്റെ ഹല്ലേലൂയ സംരക്ഷണം നഷ്ടപ്പെടുന്നുണ്ട്, അപ്പന്റെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. അവന്റെ എല്ലാം നഷ്ടപ്പെട്ട് ഒരു നേരത്തെ ആഹാരത്തിന് പോകലും നിവർത്തിയില്ലാതെ പന്നിക്ക് കൊടുക്കുന്ന വാളരിവ് കൊണ്ട് പോലും തന്റെ വയറ് നിറയ്ക്കുവാൻ നോക്കിയപ്പോ അതുപോലും കിട്ടാതെ ഭാരപ്പെടുന്ന ഒരു പൈതലിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവ പൈതലേ സ്തോത്രം. നമുക്ക് അപ്പന്റെ ഭവനത്തിൽ നിൽക്കുമ്പോൾ എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ നീ അപ്പനെ വിട്ടു മാറിക്കഴിഞ്ഞാ നിനക്ക് ഓരോന്നായിട്ട് നഷ്ടം വരും. ഹല്ലേലൂയ. ഈ 2025 നാം ഓർത്തു നോക്കണം, എവിടെയെങ്കിലും അപ്പന്റെ ഭവനത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ എന്ന്. സ്തോത്രം. നമുക്ക് ആരംഭത്തിലൊന്നും അറിയത്തില്ല. ആരംഭത്തിൽ എല്ലാവരും നമ്മുടെ കൂടെ കാണും. കാരണം സാത്താൻ വന്നത് എന്താ? പിശാച് വന്നത് അറക്കുവാനും മുടിക്കുവാനും തകർക്കുവാനും ഒക്കെ വന്നത്. അതുകൊണ്ട് അവ സോഫ്റ്റ് ആയിട്ടായിരിക്കും നീ ആയിരിക്കുന്ന സംരക്ഷണ വലയത്തിനകത്തുനിന്ന് നീ അനുഭവിക്കുന്ന അവകാശത്തിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ പുറത്തു കൊണ്ടുപോകുന്ന അറിയത്തില്ല. പക്ഷെ എല്ലാം ഓരോന്നായിട്ട് നഷ്ടപ്പെടുമ്പോഴായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ചില തിരിച്ചറിവുകൾ കടന്നു വരുന്നത്.
പ്രിയ ദൈവപൈതലേ, ഇതിന്റെ ജീവിതത്തിനകത്ത്, ഈ മകന്റെ ജീവിതത്തിൽ സംഭവിച്ചതാ. അവൻ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ അപ്പന്റെ ഭവനത്തെ പറ്റി അവൻ ഓർത്തു. ഹല്ലേലൂയ. അവിടെ അതാ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൻ സുബോധം വന്നിട്ട് അവൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്റെ അപ്പൻ എത്ര കൂലിക്കാര് ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. അപ്പന്റെ ഭവനത്തെ പറ്റി ഒന്ന് ചിന്തിക്കുവാനിടയായി. അപ്പൊ നമുക്ക് കാണുവാൻ സാധിക്കും, ഈ മകൻ എല്ലാം അനുഭവിച്ചു വന്നതാ. ചില സമയം കൊണ്ട് തന്റെ ജീവിതത്തിൽ ഓരോന്നായിട്ട് നഷ്ടപ്പെട്ടു. ആ മകന് എന്ത് ചെയ്യുന്നു ചോദിച്ചാ, ആ സുബോധം വന്നു കഴിഞ്ഞപ്പോ, ആ നഷ്ടത്തിന്റെ ഒടുവിൽ ഒരു സുബോധം അവിടെ വന്നപ്പോ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല. അവനുണ്ടായിരുന്ന യോഗ്യതകളെല്ലാം അവന് നഷ്ടപ്പെട്ടെന്ന് ഒരു തിരിച്ചറിവുണ്ടായി. പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് ചില തിരിച്ചറിവുകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നാം അനുഭവിച്ചു കൊണ്ടിരുന്ന കാര്യത്തിന്റെ വലിപ്പം നാം മനസ്സിലാക്കുന്ന അപ്പോഴാണ്. ഇപ്പോൾ നമ്മളെല്ലാം അനുഭവിക്കുമ്പോൾ നമുക്ക് പറയാനിട്ടുണ്ട്, അയ്യോ എനിക്ക് അത് കിട്ടിയില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അത് കിട്ടിയില്ല, എൻ്റെ വീട്ടിനകത്ത് അത് കുറവുണ്ടെന്ന്. പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നാം തിരിച്ചറിയുന്നത് നാം അനുഭവിച്ചു കൊണ്ടിരുന്ന അവകാശങ്ങളും നാം അനുഭവിച്ചു കൊണ്ടിരുന്ന അനുഗ്രഹത്തിന്റെ വലിപ്പവും. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, അപ്പന്റെ ഭവനത്തിൽ നമുക്ക് സംരക്ഷണമുണ്ട്. അപ്പന്റെ ഭവനത്തിനകത്ത് നമുക്ക് കരുതലുണ്ട്. അപ്പന്റെ ഭവനത്തിനകത്ത് എപ്പോ വേണമെങ്കിലും അപ്പന്റെ അടുക്കൽ ചെന്ന് നമുക്ക് ചിലത് ചോദിച്ചു വാങ്ങിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. മകനാ. സ്തോത്രം. മകനയ്ക്ക് നമുക്ക് അവകാശമുണ്ട്. പക്ഷെ പുറത്തു പോയാ നമുക്കെല്ലാം നഷ്ടമാ. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു, നിന്റെ കൂലിക്കാരൻ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. അവൻ ഉള്ളിലൊരു തീരുമാനമെടുക്കുക, ഇനി മകനെന്ന് ഞാൻ യോഗ്യനല്ല, പക്ഷേ ഞാൻ കൂലിക്കാരനായിട്ട്. കാരണം അവനറിയാം മകൻ എന്തനുഭവിച്ചുവെന്നും ആ അപ്പന്റെ ഭവനത്തിനകത്ത് കൂലിക്കാർക്ക് വരെ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ട് എന്നും ആ മകന് തിരിച്ചറിയാം. അതുകൊണ്ടാ പറയുന്നത്, ഞാൻ കൂലിക്കാരൻ എന്ന് പറഞ്ഞ് ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന്. സ്തോത്രം. അവന്റെ ദയനീയമായ അവസ്ഥ അങ്ങനെ ചെയ്യുന്നു അവൾ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. അവിടെ കാണുവാൻ സാധിക്കുന്നു, ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞു. അപ്പൊ ഈ അപ്പനൊരു പ്രതീക്ഷയുണ്ട്, ഈ മകൻ മടങ്ങി വരുമെന്ന്. സ്തോത്രം. കാരണം അപ്പന്റെ കൈക്കീഴിൽ വളർന്ന മകനാ, അപ്പന്റെ തണലിൽ ജീവിച്ച മകനാ, അപ്പന്റെ സംരക്ഷണം അനുഭവിച്ച, അപ്പന്റെ ശാസന അനുഭവിച്ച് ജീവിച്ച മകനാ. ആ മകൻ മടങ്ങി വരുമെന്ന് അപ്പൻ അറിയാം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം എവിടെയെങ്കിലും അപ്പനെ വിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് മടങ്ങി വരുവാൻ കർത്താവ് ഒരു അവസരം തരികയാ. നിന്നെ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങി വരുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. അപ്പൻ ചെയ്ത ഒരു കാര്യമുണ്ട്, അവനെ കണ്ട് മനസ്സലിഞ്ഞു. കാരണം അപ്പൻ അറിയാം, ഇവൻ എൻ്റെ അടുത്തുനിന്ന് പോയി തുടങ്ങിയ നിമിഷം മുതൽ ഇവൻ അനുഭവിച്ച വേദന, സങ്കടങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഇതെല്ലാം നന്നായിട്ട് അനുഭവിച്ചിട്ട് ഒരു സങ്കടത്തിന്റെ ആഴക്കടലുമായിട്ടാണ് മടങ്ങി വരുന്നതെന്നും ഞാൻ ചേർത്തണയ്ക്കേണ്ട ഒരു സമയമാണെന്നും അപ്പന് തിരിച്ചറിയാം. പക്ഷേ സഹോദരൻ അത് തിരിച്ചറിഞ്ഞില്ല. നമുക്ക് തുടർന്ന് താഴെയുള്ള ഭാഗത്ത് കാണാൻ സാധിക്കുന്നു, പ്രിയ ദൈവ പൈതലേ, നീ ചിലപ്പോൾ അകലം വിട്ടുപോയി. നിന്റെ ജീവിതത്തിൽ ചില നഷ്ടങ്ങളും ചില ഭാരങ്ങളൊക്കെ കടന്നു വരുമ്പോഴും ആർക്കും നിന്നെ തിരിച്ചറിയണമെന്നില്ല. പലരും നിന്റെ ചെയ്ത കുറ്റത്തെ പറ്റി മാത്രം വരച്ചു കാട്ടി വലുതാക്കി കാണിക്കുമ്പോൾ അപ്പനുണ്ട്, നിനക്കൊരപ്പൻ. ഹല്ലേലൂയ. നിന്റെ അവസ്ഥ യാഥാർത്ഥ്യമായി മനസ്സിലാക്കുന്ന, നിന്റെ തെറ്റുകളെ ക്ഷമിച്ച് തിരിച്ചു പിടിക്കുവാൻ, തിരിച്ചു മടങ്ങി വരുന്നത് കാത്ത് നീ എപ്പോൾ എഴുന്നേറ്റ് നിന്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വരുമോ, അപ്പോൾ നിന്നെ കാത്ത് ഇരിക്കുന്ന ഒരു പിതാവുണ്ട് നിന്നെ സ്വീകരിക്കുവാനായിട്ട്. നിന്റെ മനസ്സിന്റെ വേദന, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിരാശപ്പെട്ട് നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന കറകളെ ഓർത്ത് നീ ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുമ്പോഴും നിന്റെ വേദനയുടെ ആഴത്തെ മനസ്സിലാക്കുന്ന ഒരു പിതാവ് നിനക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ, അപ്പൻ വെറുതെ പോകത്തില്ല. അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്തിനെ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഓർക്കുക, നീ മടങ്ങി വരുവാൻ തയ്യാറായ,
നിന്നെ ചേർത്തണയ്ക്കുവാൻ നിൽക്കുന്ന ഒരു കർത്താവ്, നിന്നോട് മനസ്സലിവ് കാണിക്കുവാൻ കർത്താവ് നിന്നെ കെട്ടിപ്പിടിച്ച് അപ്പന്റെ സ്നേഹത്തെ പൂർണ്ണമായിട്ട് നിന്റെ മേൽ പകർന്നു തരുവാൻ. നീ അപ്പന്റെ ഭവനം വിട്ടു പോയപ്പോ നീ ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിച്ചില്ലേ? അപ്പന്റെ മാറോടൊന്ന് ചേർന്ന് നിൽക്കുവാൻ നീ കൊതിച്ചില്ലേ? അതൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടെങ്കിൽ അപ്പൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ആ സ്നേഹത്താൽ ആദ്യം അങ്ങ് പൊതിയും. ഹല്ലേലൂയ. എനിക്കറിയില്ലേ, പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, അപ്പന്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ അപ്പന്റെ സ്നേഹം അനുഭവിച്ച് ജീവിച്ചതാ. പക്ഷേ ജീവിതത്തെ ചില സാഹചര്യങ്ങൾ നിന്നെ അകറ്റിക്കളഞ്ഞുവെങ്കിൽ, അപ്പന്റെ സ്നേഹത്തിൽ നിനക്ക് നിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഈ പൽക്കാലം സ്നേഹനിധിയായ കർത്താവ് നിന്നെ ചേർത്തണയ്ക്കുവാൻ 2 കരങ്ങൾ നീട്ടി നിൽക്കുക. നീ ആയിരിക്കുന്ന ഇടത്ത് നിന്റെ മനസ്സിൽ ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം, ഇനി എൻ്റെ അപ്പൻ എന്നെ സ്വീകരിക്കില്ല, ആ ഭവനത്തിന്റെ അടുക്കൽ പോലും എന്നെ എത്തിക്കത്തില്ല. ഇല്ല, വാദിക്കാൻ നിൽക്കുക. അപ്പൻ കണ്ണുമിക്കാതെ നിന്നെ നോക്കി നിൽക്കുക. എൻ്റെ മകൻ ദൂരത്ത് നിന്ന് ക്ഷീണിച്ച് തളർന്ന് മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് വരുന്നുണ്ടായിരിക്കും. ഇന്ന് വരും, നാളെ വരും. നിന്റെ സങ്കടത്തിന്റെ ആഴത്തെ എടുത്തു മാറ്റി ആ സങ്കടത്തിന് പകരം സന്തോഷത്തെ നിന്റെ മേൽ അണിയിപ്പിക്കുക. മുഷിഞ്ഞ വസ്ത്രത്തിന് പകരം പുതിയതൊന്ന് മേത്തരമായത് അണിയിച്ചു തരുവാൻ. സ്തോത്രം. ഈ പൽക്കാലം ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാണോ? നഷ്ടപ്പെട്ടത് പോകട്ടെ. ഹല്ലേലൂയ. ജീവിതത്തിൽ വന്ന് ഭവിച്ചതൊക്കെ മാറ്റിവെച്ചിട്ട്, ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ചിലതിനെ ഉപേക്ഷിച്ചിട്ട് അപ്പന്റെ അടുക്കലേക്ക് വരാമോ? നിന്നെ കണ്ട് മനസ്സിലിയുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ കണ്ട് മനസ്സിലിയുന്ന ഒരു അപ്പനുണ്ട്. ഈ അപ്പന്റെ മനസ്സിനെ നീ കാണാതെ പോകരുതേ. ലോകം നിന്റെ അനുഭവത്തെ കാണത്തില്ല, നിന്റെ സങ്കടത്തിന്റെ ആഴത്തെ കാണത്തില്ല. നിന്റെ കുറ്റങ്ങളെ മാത്രമേ ഉയർത്തി കാണിക്കത്തുള്ളൂ. പക്ഷേ നിന്റെ കുറ്റങ്ങളെ മറച്ചു പിടിക്കുവാൻ, നീ ചെയ്ത തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വരുമ്പോ നിന്റെ കുറ്റത്തെ മറച്ചു കളയേണ്ടതിനായിട്ട് മേത്തരമായ പുതിയത് അണിയിച്ചുകൊണ്ട് അപ്പന്റെ മകനായി സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു പിതാവ് മനസ്സിൽ ഓടിയിരിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പൽക്കല കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. മകൻ വന്ന് അപ്പനോട് ഇതെല്ലാം പറഞ്ഞിട്ട് അപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പൻ തന്റെ ദാസന്മാരോട് പറയുന്നു, വേഗം മേത്തരമായി അങ്കി കൊണ്ടുവന്ന് ഇവരെ ധരിപ്പിക്കുവേൻ. അവൻ ധരിച്ചു കൊണ്ടുവന്ന അങ്കിയൊക്കെയും കറകൾ പിറണ്ടെന്നും മുഷിഞ്ഞെന്നും അപ്പൻ അറിയാം. സ്തോത്രം. അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഇവൻ മടങ്ങി വന്നു, ഇനി ഈ വസ്ത്രത്തിന് ഉടമ ഇവയല്ല, ഈ വസ്ത്രത്തെല്ലാം വേഗത്തിൽ മാറ്റ്, പുതിയതൊന്ന് അണിയിക്ക്. നീ മടങ്ങി വന്ന പൂർണ്ണമായി ചിലതിനെ മറന്നു കളയുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ആ വേദന അല്ലെങ്കിൽ ആ കറയുമായിട്ട് നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. പുതിയത് നിന്നെ അണിയിപ്പിക്കും. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവീൻ. അവന് അധികാരത്തെ തിരിച്ചു കൊടുത്ത് മകനെന്ന പദവി തന്നെ സ്വീകരിച്ച ഒരു അപ്പൻ, മനസ്സറിയുന്നൊരപ്പനുണ്ട്. അവിടെ കാണും, തടുപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അർക്കുവേ നാം ഇന്ന് ആനന്ദിക്കുക. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. പ്രിയ ദൈവ പൈതലേ, നീ അകലം വിട്ടു പോകുമ്പോ നിന്നെ ഓർത്ത് ദുഃഖിക്കുന്നൊരപ്പനുണ്ട്, നിന്നെ ഓർത്ത് വിലപിക്കുന്നൊരപ്പനുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നീ അകലം വിട്ടു പോയി നഷ്ടത്തിന്റെ അനുഭവത്തിലാണ് ഇരിക്കുന്നുവെങ്കിൽ, നീ മടങ്ങി വരുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ അപ്പൻ നിന്നെ ഓർത്ത് സന്തോഷിക്കും. ഹല്ലേലൂയ. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. പ്രിയ ദൈവ പൈതലേ, നിന്റെ മടങ്ങി വരവിനെ കാത്ത്. അപ്പൊ ആ മകന്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം അനുഭവിച്ചു കൊണ്ടിരുന്നതാ. അപ്പന്റെ സ്നേഹവും കരുതലും സംരക്ഷണവും എല്ലാം അനുഭവിച്ചു കഴിഞ്ഞ നാളുകളെ നീ കർത്താവിന്റെ സംരക്ഷണവും പരിപാലനവും കർത്താവിന്റെ സ്നേഹവും ഒക്കെ അനുഭവിച്ച വ്യക്തിയായിരിക്കാം. പക്ഷെ എവിടെയൊക്കെയോ അകലം വിട്ടു മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിന്റെ അപ്പൻ ദുഃഖിക്കുക. ഒന്ന് ചിന്തിക്കാമോ? ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ അപ്പനെ പറ്റി ഒന്ന് ചിന്തിക്കാമോ? നിന്റെ വരവ് കാത്തിരിക്കുന്ന, ഉറക്കമില്ലാതെ രാവും പകലും കരയുന്ന മാതാപിതാക്കൾ നിനക്കുണ്ട്. സ്തോത്രം. നീ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഈ അപ്പനെ അവഗണിക്കാതെ അപ്പന്റെ ഭവനം വിട്ട്
മറ്റ് സന്തോഷത്തിന് നീ പോകാൻ തുടങ്ങിയ സമയം മുതൽ ഹല്ലേലൂയ സന്തോഷം നഷ്ടപ്പെട്ട ഒരപ്പനുണ്ടെന്ന് ഓർത്തുകൊള്ളണം. നീ സന്തോഷിക്കാൻ വേണ്ടി പോയതായിരിക്കാം, പക്ഷേ നിന്റെ സന്തോഷം നിനക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്ന, സ്വന്തം പ്രാണനെ തന്ന ഒരാളുടെ സങ്കടത്തിന്റെ ആരംഭമാണ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവത്തിലെ അപ്പനെ ഒന്ന് സന്തോഷിപ്പിക്കട്ടെ. 2025 കർത്താവ് ആയുസ്സോടെ നിർത്തിയെങ്കിൽ അപ്പനെ സന്തോഷിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ പകൽക്കാലം നമുക്കൊന്ന് കയറാമോ? അവിടെ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിലെ ആനന്ദം നഷ്ടപ്പെട്ടിട്ട് നാളുകളായി കാണുമായിരിക്കാം. പക്ഷെ ആയിരിക്കുന്ന ഇടത്തു നിന്ന് നീ മടങ്ങി വരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ മനസ്സറിയുന്ന കർത്താവ് നിന്നെ ചേർത്തണച്ചിട്ട് നിന്റെ വീട് ആനന്ദിക്കുവാൻ തുടങ്ങും. അങ്ങനെ ഈ 2 ഭാഗത്ത് ഞാൻ പറഞ്ഞു. 2 ഭാഗത്തും ഒരു നഷ്ടത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. വിധവയ്ക്കുണ്ടായിരുന്ന മകൻ നഷ്ടപ്പെട്ടു. അവൾ അനാഥത്വം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാ യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞത്. ഇവിടെ രണ്ടാമത് നമുക്ക് കാണുവാൻ സാധിച്ചു. നഷ്ടപ്പെടുത്തിയിട്ട് അവൻ അനുഭവിച്ചു കൊണ്ടിരുന്നത് എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് പോയ ഒരു മകൻ ഹല്ലേലൂയ അവനെ കണ്ട് മടങ്ങി വരവിന് വേണ്ടി മടങ്ങി വന്നപ്പോൾ മനസ്സലിഞ്ഞൊരു കർത്താവുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്. മനസ്സലിയുന്ന കർത്താവ് നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാനായിട്ടിടയത്തിനും നിന്റെ സന്തോഷത്തെ തിരിച്ചു തരും. ആ അമ്മയ്ക്ക് മകനെ ലഭിച്ചപ്പോൾ ആ മകൻ സന്തോഷിക്കുവാൻ, ആ ഭവനം സന്തോഷിക്കുവാൻ തുടങ്ങിക്കാണും. ഹല്ലേലൂയ. അവന്റെ ഭയത്തെ മാറ്റിക്കൊടുത്ത് മറ്റുള്ളവരിലേക്ക് ആ ഭയത്തെ തിരിച്ചു വിട്ടു. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. മകൻ പോയത് മുഖാന്തരം ഹല്ലേലൂയ ആനന്ദ് നഷ്ടപ്പെട്ട ഭവനത്തിനകത്ത് മകൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ അവനുള്ളതിനൊക്കെ നഷ്ടപ്പെട്ടതിനെ മടക്കി കൊടുത്തിട്ട് ആ ഭവനം സന്തോഷിച്ചു തുടങ്ങി, ആനന്ദിച്ചു തുടങ്ങി. അങ്ങനെ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടോ? നിന്നെ കണ്ട് മനസ്സിലിയുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. വന്നു ഭവിച്ചതോർത്ത് അയ്യോ ഇത് വന്നല്ലോ എന്ന് പറയുവാനും കുറ്റങ്ങൾ പറയുവാനും ഒക്കെ ഒത്തിരി കാണുമായിരിക്കാം. പക്ഷേ നിന്നെ മറയ്ക്കുന്ന ഒരു കർത്താവ് അവനെ കെട്ടിപ്പിടിച്ചു. എന്നെ ഒത്തിരി ചിന്തിച്ച ഒരു കാര്യമാ. അവനെ കെട്ടിപ്പിടിച്ചു, അല്ലെങ്കിൽ അവനെ ചുംബിച്ചു. അവനെല്ലാം അങ്ങ് മറന്നു. അപ്പൻ അവനെ എഴുന്നേൽക്കുവാൻ തയ്യാറായപ്പോ എല്ലാം മറന്നിട്ട് അവനെ ചേർത്തണച്ചു. ഹല്ലേലൂയ. സ്നേഹത്തിന് കൊതിക്കുന്ന വ്യക്തിയാണോ പ്രിയ ദൈവത്തിലെ? എന്റെ കർത്താവ് സ്നേഹത്തിന്റെ മകുടമായിരിക്കുന്ന കർത്താവ് അത്രേ, മനസ്സലിവിന്റെ പിതാവ് അത്രേ. ആ കർത്താവിന്റെ മനസ്സലിവ് നിന്നെ ഇന്ന് തൊടുവാനായിട്ടിടയത്തിരും. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം. അല്ലെ നമ്മെ കണ്ട് മനസ്സലിയുന്ന കർത്താവ് ഇന്ന് എന്താണ് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്? അതിന് ദൈവം മടക്കി തരും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ലോകം നിന്നെ കണ്ട് മനസ്സറിയത്തില്ലായിരിക്കാം. പക്ഷെ മനസ്സറിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷേ യേശു നിന്നെ കണ്ട് മനസ്സറിഞ്ഞ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും, നിന്റെ സാഹചര്യങ്ങൾ മാറും. നിനക്ക് സൗഖ്യം വെളിപ്പെടുവാനായിട്ടിടയത്തിനും നിന്റെ ഭവനത്തിനകത്ത് തിരിച്ച് സന്തോഷം ലഭിക്കുവാനായിട്ടിടയത്തിനും ചില ആനന്ദങ്ങൾ വെളിപ്പെടുവാനായിട്ടിടയത്തിനും അങ്ങനെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. അപ്പനോട് പറ, അപ്പ എന്നെ കണ്ടൊന്ന് മനസ്സിലിയുന്ന പൽക്കാലമായി തീരട്ടെ. സ്തോത്രം. നിന്റെ സങ്കടത്തിന്റെ ആഴത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നീ അനുഭവിക്കുന്ന വേദന, ഹല്ലേലൂയ, ആ അമ്മയുടെ വേദന, ആ അപ്പന്റെ വേദന, ഹല്ലേലൂയ. ഇവിടെ രണ്ടിടത്ത് നമുക്ക് കണ്ടത് മനസ്സറിഞ്ഞൊരു അപ്പനുണ്ട്. ഹല്ലേലൂയ. ആ ഹൃദയത്തെ ഈ പകൽക്കാലം നിന്റെ മുമ്പിൽ തുറക്കാൻ കഴിയും. ആ ഹൃദയത്തിന്റെ മുമ്പാകെ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ ആ കർത്താവ് മടക്കി തരും. ഹല്ലേലൂയ. അങ്ങനെ കണ്ണടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ ചിരത്തെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. ചില നഷ്ടങ്ങൾ അവരെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം, അവരെ തകർക്കുന്നുണ്ടായിരിക്കാം. ആ സങ്കടത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ കാണുന്ന ഒരു കർത്താവുണ്ടല്ലോ. അങ്ങ് കാണുക മാത്രമല്ല, കണ്ട് മനസ്സിലിഞ്ഞു. നിങ്ങൾ ചിന്തിച്ച 2 ഭാഗത്ത് കാണുന്നു. അമ്മയുടെ അവസ്ഥ കണ്ട കർത്താവ്, ആ മകന്റെ അവസ്ഥ കണ്ട കർത്താവ് മനസ്സറിഞ്ഞു. ഇന്ന് തന്റെ ജനത്തിന്റെ അവസ്ഥ കണ്ട് മനസ്സറിയുന്ന പകൽക്കാലമായി തീരട്ടെ. ആ മനസ്സലിവിനകത്ത്
നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമല്ലോ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ ജനത്തിൻ്റെ അവസ്ഥ കാണുന്ന പകൽക്കാലമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ മേൽ അസാധാരണമായ ദൈവത്തിൻ്റെ മനസ്സലിവ് വെളിപ്പെടണേപ്പാ. ഇവർക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതിനെ ഒക്കെ ഇവര് ജീവിതത്തിൽ മടക്കി കൊടുക്ക്. അവരുടെ കരത്തിൽ തിരിച്ച് ഏൽപ്പിക്കുക കർത്താവേ. ഇവര് ആനന്ദിച്ച് തുടങ്ങട്ടെ, ഇവര് സന്തോഷിച്ച് തുടങ്ങട്ടെ. ഇവരുടെ ഭയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ കർത്താവേ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.